അവരെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം എന്ന ഈ പുസ്തകത്തിൽ പറയുന്നു, അവരെ നേതാവിനെ അവർ പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് എന്ന്. ഈ മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ്, ഏറ്റവും വലിയ ഭീകരവാദി. ലോകത്തുള്ള എല്ലാ ഭീകരവാദികൾക്കും ഭീകരവാദം പഠിപ്പിച്ചു കൊടുത്ത അതിന്റെ റയീസ് ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ദുഷ്ടനാണ്, നീചനാണവൻ. എന്തേ കാരണം? അത്രമാത്രം കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ലോകത്ത് അത്രമാത്രം മോശമായ സംഗതികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന്റെ കാലഘട്ടത്തിൽ സഊദി ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന രാജാവ്, ഉയൈന എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ മനുഷ്യനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പരമ്പരാഗതമായി ജീവിച്ചു വരുന്ന സുന്നികൾ, അന്ന് സഊദിയിൽ ധാരാളം ദർഗകൾ ഉണ്ടായിരുന്നു, ദർഗ സിയാറത്ത് ചെയ്തവരായിരുന്നു, ദർഗകൾ കിട്ടുന്നവരായിരുന്നു. ആ പരമ്പരാഗതമായി നടന്നു വന്ന ആശയങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന അന്നത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ അവർ മുഴുവനും കാഫിറുകളാണ്, മുശ്രിക്കുകളാണെന്ന് പ്രഖ്യാപിക്കുകയും മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സുന്നികളുടെ തലയുടെ മേൽ വെച്ച് കെട്ടുകയും ഇവര് ഈ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് പറയുകയും മുഹമ്മദ് ബിൻ സഊദ് എന്ന രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അവന്റെ സഹായത്തോടുകൂടെ ഈ സുന്നികളെ കൊന്നെടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സുന്നികളെ കൊന്നെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സഊദും. ഇവർ ആശയം സ്വീകരിക്കാത്ത ആളുകളെ മുഴുവനും കൊന്നെടുക്കുക, അങ്ങനെ ദർഗകളെ തകർക്കുക, പൊളിക്കുക. അതുപോലെ സുന്നികളായ ആളുകൾ അവർ മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, മുശ്രിക്കുകളെ കൊല്ലണമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. വഖ്തുലുൽ മുശ്രിക്കീന കാഫ, മുശ്രിക്കുകളെ ഒന്നടങ്കം കൊല്ലണമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് സുന്നികളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കൊന്നത് എത്രയാണറിയോ? ഒന്നോ രണ്ടോ അല്ല. ഞാൻ പലയിടത്തും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത് രാമുഖമായി പറയാണ്. ഈ അടുത്ത് കേസ് റോഡിൽ വന്നൊരു മൗലവി, ആ മൗലവി പിന്നെ ഞങ്ങളാരും കൊന്നിട്ടില്ല, കൊന്നത് കളവാണ് എന്നൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. ആ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം. சமாதானத்தும் சாந்திக்கும் ഈ ഫിത്ന വസാദ് എന്തിരിക്കേ ചെറിയ മക്കളെ കൊല്ലാൻ ചോദിക്കുന്ന മുന്നിൽ തപ്പാവി ചൊല്ലുന്നത് ഉസ്താദ് എന്തിനാണ് പറഞ്ഞു ചൊല്ലുന്നത്? നിങ്ങൾ ആദർശപരമായി എതുക്കും ധൈര്യമുണ്ടാ എതുക്കും നിങ്ങൾ കൊണ്ട് ധൈര്യമുണ്ടാ എതുക്കും അതല്ലാതെ സലഫികളുടെ മേൽ കളവ് ചൊല്ലും ആ കൊലകാരന്മാരെ ഇത്തിക്കാർ ചൊല്ലും ഈ ആയത്ത് വന്ന് ഈ കേസിനെ ചൊല്ലുന്ന പ്രത്യേകമായി രണ്ട് ആയത്ത് ഈ രണ്ട് ആയത്ത് ഈ ഫിത്ന വസാദാക്കേണ്ട നിങ്ങൾ ഈ കളവ് ചൊല്ലുക ഈ സമുദായത്തിൽ ആൾമാർ പാവപ്പെട്ട ആൾമാർ ഇത്തിക്കാർ നിങ്ങൾ പലർക്ക് ബലമുണ്ടാണ് നിങ്ങൾ പലർക്ക് നേരെ ചൊല്ല് വിശ്വസിച്ചു പോകും എന്തിനാ ഇത്തിക്കാർ സലഫികളുടെ ശത്രുണ്ടാക്കാൻ നോക്കുന്നത്? എത്ര കളവ് ചൊല്ലുന്നത്? ഒരു സ്പീച്ചിൽ വന്നിങ്ങനെ സ്റ്റേജിൽ വന്ന് ആൾമാർ ചൊല്ലും മക്കളെ കൊന്നാളെ നിങ്ങൾ ചരിത്ര അഞ്ച് ചൊല്ലുകൂടി എടുക്കുന്നു. അത് ആവശ്യമില്ല. നല്ല മനുഷ്യന്മാരല്ലേ? നിങ്ങൾ ചൊല്ലറു ചൊല്ലറു ആ തീരെങ്കിൽ ആ ജൈനി ദഹ്ലാന്റെ കിതാബ് നോക്കിയിട്ടേ നീ ജൈനി ദഹ്ലാന്റെ കിതാബ് കണ്ടേ നീ അത് ബൈൻഡ് ആ ബാക്കി സലഫി അത് മൂടി വെക്കണ്ട ചൊല്ലു. നീ ധൈര്യം നിങ്ങൾ ചൊല്ലു ഏത് കിതാബ് ഇട്ട്. ആ അപ്പോ വഹാബിങ്ങ കൊന്നത് കളവ് ഞങ്ങൾ കൊന്നിട്ടില്ല. ഉസ്താദ്മാർ കളവ് ചൊല്ലു സ്റ്റേജ് കെട്ടിയിട്ട്. ഫസ്റ്റ് ഇത് അൽമനാർ 1981. ആ അൽമനാറിൽ പറയുന്നത് സുന്നികളെ കൊല്ലൽ നിർബന്ധാണ്, സുന്നത്തല്ല നിർബന്ധാണ്. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപേച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾ അതുവഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. അഥവാ ദർഗയിൽ പോകുന്ന സുന്നികളെ കൊല്ലൽ സുന്നത്തല്ല, നിർബന്ധമാണ് എന്നാണ് എഴുതി വെച്ചത് മൗലവി. എഴുതി വെച്ചത് നിർബന്ധമാണെന്നാ. ഈ നോക്ക്, അതിന്റെ തെളിവ് 1 2 അല്ല, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നു. ഇത് വഹാബികൾ തന്നെ എഴുതി വെച്ച ചരിത്രമാണ്. കേരളത്തിലെ വഹാബികൾ അത് വായിച്ച് ബാക്കിയിലേക്ക് നമുക്ക് പോകാം.
ഇതാ കർബല ആക്രമണം, വഹാബികൾ നടത്തിയ ആക്രമണമാണ്. കർബല, ഇറാഖിന്റെ കർബല. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യമാണ് ആക്രമിക്കുന്നത്. 1801 ഏപ്രിൽ 30 10,000 വരുന്നവർ വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. കേട്ടോ, ആരാ എഴുതിയത്? നിങ്ങൾ തന്നെയാണ് എഴുതിയത്, വഹാബികൾ തന്നെയാണ് എഴുതുന്നത്. ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാമ് കൊള്ളയടിച്ചു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ദർഗയിൽ ഉണ്ടാകുന്ന പൈസയും അവിടെ നേർച്ച വന്ന എല്ലാ സാധനങ്ങളും കൊള്ളടിച്ചു. അവിടെ പട്ടണവാസികളെ കൊന്നുകളഞ്ഞു എന്ന് കേരളത്തിലെ വഹാബികൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് എഴുതി വെച്ചത്? ഇതാ ഇമാം സൈനി ദഹ്ലാൻ റളിയല്ലാഹുവിന്റെ കിതാബാണിത്. അയാൾ പറഞ്ഞല്ലോ സൈനി ദഹ്ലാന്റെ കിതാബ്. അതിൽ കാണാം വഹാബികൾ ചെയ്തെന്താണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കൂട്ടർ അഥവാ ത്വായിഫ് എന്ന് പറയുന്ന ആ പട്ടണം, ആ പട്ടണത്തിനെ ആക്രമിച്ചുകൊണ്ട് വഹാബികൾ എന്ത് ചെയ്തു? വഹാബികൾ ത്വായിഫ്, ആ പറയുന്ന നാട് പിടിച്ചെടുക്കാൻ വേണ്ടി വഹാബികളെ സൈന്യം പോയി. അങ്ങനെ പോയപ്പോൾ അവിടെ ഒന്നടങ്കം ജനങ്ങളെ കൊന്നുകളഞ്ഞു. പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വലിയവരെയും നേതാക്കളെയും എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞു. ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞു മക്കളെ പോലും അവർ അറുത്തുകൊന്നു. ചെറിയ കുഞ്ഞുങ്ങളെ പോലും അറുത്തുകൊന്നു. അവർ വീട്ടിന്റെ ഉള്ളിൽ പേടിച്ച് ഒളിച്ചിരുന്ന സുന്നികളെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വീടിന്റെ മുകളിൽ കയറി. വീട്ടിന്റെ അകത്ത് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മക്കളെ വീട്ടിന്റെ മുകളിൽ കയറി ഇറങ്ങിയിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊന്നുകളഞ്ഞു. മാത്രമല്ല പള്ളിയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങളെ അവർ കൊന്നു. ആ മുഴുവൻ മുതഅല്ലിമീങ്ങളെയും കൊന്നുകളഞ്ഞു. വീട്ടിലിരിക്കുന്ന സർവ്വജനങ്ങളെയും കൊന്നു. പിന്നീട് അവർ ബജാറുകളിലേക്കും പള്ളിയിലേക്കൊക്കെ പോയി അവിടെ ഇരിക്കുന്ന സുന്നികളെ അറുത്തുകൊന്നു. പള്ളിയിൽ വെച്ചുകൊണ്ട് അവർ കൊന്നു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ സുജൂദിലോ റുകൂഇലോ ആയിട്ടുണ്ടാകും. അത്തരം ആളുകളെ പോലും വഹാബികൾ കൊന്നുകളഞ്ഞു. ഇത് കള്ളക്കഥയാണോ കൂട്ടരെ? നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? എത്രയാണ് കൊന്നതറിയോ? എത്രയാണ് കൊന്നതറിയോ? മഹാനായ ഇബ്രാഹിം സമന്നൂദി അദ്ദേഹത്തിന്റെ സഅദത്തുദ്ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 39-ാമത്തെ പേജിൽ പറയുന്നു, അതാ വകാനു യദ്ബഹൂന സ്വഗീറ അലാ സൗദരി ഉമ്മിഹി, ഉമ്മാന്റെ നെഞ്ഞത്ത് മുലപ്പാല് കുടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ അവർ അറുത്തുകൊന്നു. വനഹബുൽ അംവാല, സുന്നികളെ പൈസയും സ്വത്തുമെല്ലാം പിടിച്ചെടുത്തു. വസബഉൻ നിസാ, സുന്നികളായ സ്ത്രീകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. വഹദമു ഖുബ്ബത സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ ദർഗ തകർത്തു. ത്വായിഫിൽ ഇന്നും ഉംറക്കും ഹജ്ജിനും പോയ ആളുകളൊക്കെ ത്വായിഫ് സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെ ഇപ്പോൾ ത്വായിഫ് പള്ളിന്റെ അടുത്ത് വലിയൊരു മതിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ മതിലിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആ ഖബറുള്ളത്. അവിടെ ദർഗ ഉണ്ടായിരുന്നു. ആ ദർഗ പൊളിച്ചത് വഹാബികളാ. എന്നിട്ട് കേട്ടോ, വദബഹു അലാ ഖബരിഹി, ഇബ്നു അബ്ബാസ് തങ്ങളെ ദർഗ നിൽക്കുന്ന സ്ഥലത്ത് അവർ കൊന്നുകളഞ്ഞു, അറുത്തുകൊന്നു. എത്ര ആളുകൾ അറിയോ? എത്രയാ? നഹ്വ 70,000 ആളുകളെയാണ് കൊന്നുകളഞ്ഞത്. ഒന്നോ രണ്ടോ അല്ല. അതിൽ ആരുണ്ട്? മിനൽ ഉലമാഇ, ആലിമീങ്ങളുണ്ട്. വൽ അശ്റാഫ്, അതിൽ തങ്ങന്മാരുണ്ട്. അതുപോലെ വസ്വാലിഹീന, സ്വാലിഹീങ്ങളുണ്ട്. 70,000-ഓളം വരുന്ന സുന്നികളെ ത്വായിഫിലും പരിസരത്തും കൊന്ന ആളുകളാണ് വഹാബികൾ. ആ കൊന്ന ആളുകളെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടറിയോ? നോക്ക്, റിസാലത്തുൽ അവറാഖിൽ ബഗ്ദാദിയ എന്ന ഗ്രന്ഥത്തിൽ ആ അന്ന് കൊല ചെയ്യപ്പെട്ട ആളുകളെ പേരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോ, വഫീഹിം അദദും മിൻ ഉലമാഇദ്ദീൻ, അന്ന് ത്വായിഫിൽ കൊല്ലപ്പെട്ടവരിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്. ആരൊക്കെയുണ്ട്? സയ്യിദ് അബ്ദുല്ലാഹി സവാവി, മുഫ്തി ശാഫിഇയ്യ ബി മക്കത്തുൽ മുകറമ, മക്കയിലെ അന്നത്തെ മുഫ്തിയായിരുന്ന അബ്ദുല്ലാഹി സവാവി എന്ന മഹാപണ്ഡിതൻ, മക്കയിലെ മുഫ്തിനെ വഹാബികൾ കൊന്നു. പിന്നെയോ വശൈഖ് അബ്ദുല്ലാഹി അബുൽ ഖൈർ ഖാലി മക്കത്ത, മക്കയുടെ ഖാലിയായിരുന്ന ശൈഖ് അബ്ദുല്ലാഹിനെ കൊന്നു. വശൈഖ് സുലൈമാൻ മുറാദ് ഖാലി അത്വായിഫ്, ത്വായിഫിന്റെ ഖാലിയായിരുന്ന ശൈഖ് സുലൈമാൻ മുറാദ് എന്ന് പേരുള്ള പണ്ഡിതനെ ഈ വഹാബികൾ സലഫികൾ കൊന്നുകളഞ്ഞു. വസയ്യിദ് യൂസുഫ് സവാവി അല്ലദീ നാഹസ 80 മിനൽ ഉംർ, ഏകദേശം 80ഓളം വർഷം പ്രായമുള്ള, വളരെ പ്രായമുള്ള പണ്ഡിതനായിരുന്നു യൂസുഫ് സവാവി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ, ഒരു ആലിം. അദ്ദേഹത്തെ
ഒരുത്തനെയും ഇവർ അർത്തുകൊന്നു. അതുപോലെ ഷെയ്ഖ് ഹസൻ ഷൈബി എന്ന പണ്ഡിതനെ കൊന്നു. ഷെയ്ഖ് ജാഫർ ഷൈബി എന്ന പേരുള്ള ഒരു പണ്ഡിതനെ കൊന്നു. അവരോടൊക്കെ നിങ്ങൾ പേടിക്കണ്ട, ഒന്നും ചെയ്യൂല, പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുത്തി അവർ അർത്തുകൊന്നതാണ് വഹാബികൾ ചെയ്തത്. കേട്ടോ, ആരാ ചെയ്തത്? വഹാബികൾ. ഇനി കണ്ടോ, അത്ര മാത്രല്ല, ഈ കാണുന്ന ഗ്രന്ഥം എന്താണ്? താരീഖുൽ വഹാബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ 26, 27, 28 പേജിൽ പറയുന്ന ചരിത്രം ഒരു ചരിത്ര വിദ്യാർത്ഥി വായിച്ചാൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാതിരിക്കൂല. അത്രമാത്രം നികൃഷ്ടമായ മോശമായ പണികളാണ് വഹാബികൾ ചെയ്തത്. അത്രമാത്രം നികൃഷ്ടമായ പണികളാ ചെയ്തത്. എന്താ? ഇബ്നു ശക്ബാൻ എന്ന് പറയുന്ന വഹാബികൾ ഒരു അമീർ, പട്ടാളത്തിന്റെ അമീരായിരുന്നു. ഉസ്മാനുൽ മുദായിഫി അതുപോലെ ഇബ്നു ശക്ബാൻ എന്നൊക്കെ പേരുള്ള മനുഷ്യന്മാർ അവരെന്ത് ചെയ്തു? ത്വായിഫിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കീഴ്പ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങളോട് ഞങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളി, ഇറങ്ങിപ്പോയിക്കോളി, നിങ്ങളെ സ്വത്തും സമ്പത്തും എല്ലാം വിട്ടുപോകണം, എങ്കിൽ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് അവസാനം അവരെ ചതിച്ച സംഭവം ഇദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സഊദിയിൽ അവർ വഹാബികൾ വാൾ പ്രയോഗിച്ചു, വാളെടുത്തു. ആ വാളിന്റെ മുന്നില് ആണ് എന്നോ പെണ്ണ് എന്നോ കുട്ടിയെന്നോ വഹാബികൾ നോക്കിയില്ല. എന്തായി അറിയോ? ആ സഊദിന്റെ കഥ എന്തായിരുന്നു അറിയോ? അതിൽ പറയുന്നു, സുന്നികളായ ആളുകളെ അർത്തുകൊന്നതിനാൽ അവരെ ചോര കൊണ്ട് സഊദിയുടെ റോഡ് അത് ചുവപ്പ് കളറായിരുന്നു. റോഡ് മുഴുവനും ചുവപ്പായി പോയി. ചുവപ്പ് കളറായി റോഡും. എന്തേ കാരണം? ഈ പാവങ്ങളായ സുന്നികളെ കൊന്ന കാരണം കൊണ്ട് അന്നത്തെ റോഡ് വരെ ചുവപ്പ് കളറായി എന്ന് വിശദീകരിച്ചുകൊണ്ട് പിന്നെ പറയുന്നു, അവർ അതാ ചതിച്ച കാര്യം പറയാണ്. അവർ പറഞ്ഞു, പേടിച്ച് ത്വായിഫിന്റെ ഒരു കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ആളുകളോട് വഹാബികൾ പറഞ്ഞു, പെണ്ണുങ്ങളും നിങ്ങളെ മക്കളെയും നിങ്ങളടുത്ത് പോയിക്കോളൂ, എവിടെയെങ്കിലും പോയി ജീവിച്ചോ, ഞങ്ങളൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെ ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെ പോയി നിങ്ങൾ ജീവിച്ചോ, ഞങ്ങൾ ഒന്നും ചെയ്യൂല എന്ന് വഹാബികൾ പറഞ്ഞു. എന്നിട്ടോ ഈ ഉസ്മാനുൽ മുദായിഫിയും അതുപോലെ ഇബ്നു ശക്ബാനും ഒക്കെ തുടങ്ങിയ ഈ ദുഷ്ടന്മാർ അവരെ സംസാരം വെറും പച്ചച്ചതി മാത്രമായിരുന്നു. പേടിച്ച് പൊരന്റെ ഉള്ളിൽ വീട്ടിന്റെ ഉള്ളിൽ ഒളിച്ച കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സുന്നികളോടാ പറഞ്ഞത്, നിങ്ങൾ പോയിക്കോളൂ, ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോ, ഞങ്ങളൊന്നും ചെയ്യൂല. അങ്ങനെ അതേ പേടിച്ച് ഒളിച്ചിരിക്കുന്ന പല ആളുകളും ഇവരെ വാക്ക് കേട്ടു അവർ വിശ്വസിച്ചു പോയി. അത് അങ്ങനെ അവർ അവരെ പെണ്ണുങ്ങളും ഭാര്യമാരെയും മക്കളും കൂട്ടി അവിടുന്ന് പുറത്തേക്ക് വന്നു. താരിഖീന മനാസിലഹും അംവാലഹും